കൊടക്കളം പ്രദേശത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേലായുധേട്ടൻ മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടക്കളം ഈ പറയുന്ന സംഭവം നടന്ന പ്രദേശം എന്ന് പറയുന്നത് CPM-ന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല. ആ ഒരു 10-70ഓളം വരുന്ന വീടുകൾക്കകത്ത് CPM-ന്റെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ്. ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വേലായുധേട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാർ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത്. ആ വീട്ടിൽ തന്നെയാണ് നെടുങ്ങോട്ടൻ കാവിൽ വെച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുനോജ് എന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നത്. അപ്പോൾ 2 പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആള് താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ്. ഈ പ്രദേശത്ത് തന്നെയാണ് ഷമീരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. അപ്പോൾ തീർത്തും അവർക്ക് സ്വാധീനമുള്ള, കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ്.